A+ വിഷൻ ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് Super Absorbent Poppy's Diapers. Shobika Weddings, Kozhikode, Kalyangad, Koilandi, Kuttiyadi, Nilambur. പരിചരണത്തിന്റെ 10 വർഷങ്ങൾ ഏറനാട് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ, മെയിൻ റോഡ്, എടക്കര. ശ്രീ വിവേകാനന്ദ പഠന കേന്ദ്രം, പാലേമാട്, എടക്കര. ഫോർകോ കേര പ്രൊഡക്ഷൻ ഇന്റർനാഷണൽ യൂണിറ്റ്, മുസ്ലിം പള്ളിക്ക് സമീപം, ഇടിവണ്ണ. മഹാറാണി ഗ്രൂപ്പിന്റെ 33ാം വാർഷികാഘോഷത്തിന്റെ സന്തോഷവേളയിൽ ഓഗസ്റ്റ് 17 മുതൽ സെപ്റ്റംബർ 17 വരെ നീണ്ടുനിൽക്കുന്ന ഓഫറുകൾ. Oh my god. വാവേ ഒരു മിനിറ്റ്. Super Absorbent Poppy's Diapers. നിലമ്പൂർ നഗരസഭാ ബോർഡ് യോഗത്തിൽ ഭരണ പ്രതിപക്ഷ അംഗങ്ങൾ തമ്മിൽ വാക്കേറ്റം. അംഗനവാടി വർക്കർ നിയമനത്തിലും വനിതാ ഘടക പദ്ധതിയിലെ ഉപകരണങ്ങൾ കാണാത്തതിലുമാണ് ഇരുവിഭാഗവും തമ്മിൽ വാക്കേറ്റമുണ്ടായത്. നഗരസഭാ കൗൺസിലർ CK റസിയക്ക് സീനിയോറിറ്റി ഉണ്ടായിട്ടും അവർക്ക് അർഹതപ്പെട്ട വർക്കർ ജോലി നിഷേധിക്കുകയാണെന്ന് പ്രതിപക്ഷമായ കോൺഗ്രസ് അംഗങ്ങൾ ആരോപിച്ചു. വർക്കറായി 2013 പഠിക്കുന്ന അംഗനവാടിയിൽ കയറിയ റസിയ 2020 വരെ തുടർച്ചയായി ജോലി ചെയ്തതിനെ ഭരണപക്ഷം ചോദ്യം ചെയ്തു. 2015-2020 കാലയളവിലെ UDF ഭരണസമിതി ഇതിന് ഒത്താശ ചെയ്തുവെന്ന് ഭരണപക്ഷം പറഞ്ഞപ്പോൾ ഇത് തെളിയിക്കാനായിരുന്നു പ്രതിപക്ഷത്തിന്റെ വെല്ലുവിളി. താൻ റസിയെ CPM-ലേക്ക് ക്ഷണിച്ചുവെന്ന ആരോപണത്തിന് CPM-ന് അത്രയും ഗതികേട് വന്നിട്ടില്ലെന്ന് വൈസ് ചെയർപേഴ്സൺ അരുമ ജയകൃഷ്ണൻ പറഞ്ഞു. അതിനുള്ള സപ്പോർട്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് എന്നോടൊക്കെ പറഞ്ഞത് എനിക്ക് എങ്ങനെയെങ്കിലും ഈ പണി തരണം, ഇവരെല്ലാവരും എതിർത്തു. ബാക്കിയുള്ള ആൾക്കാരുടെ കാര്യങ്ങൾ ഞാൻ പറഞ്ഞു, എനിക്ക് കുറച്ച് മൂല്യങ്ങളുണ്ട്. എന്ത് റസിയവിടെ എന്നോടൊക്കെ പറഞ്ഞു എന്നുള്ളത് ഞാൻ പരസ്യമായിട്ട് പറയുന്നില്ല. കാരണം പരസ്പരം അടിക്കാനുള്ള ഒരു വേദിയല്ല, നിങ്ങൾ തമ്മിൽ അടിക്കാനുള്ള ഒരു വേദി ഞാൻ ഉണ്ടാക്കുന്നില്ല. മനസ്സിലായോ? ഒന്നും കൂടി എടുത്തെടുത്ത് പറയാണ്, CPM-ന് അത്ര ദാരിദ്ര്യം വന്നിട്ടില്ല. മനസ്സിലായോ? ഇതേ തുടർന്ന് ഇരുവിഭാഗവും തമ്മിൽ പോർവിളികൾ ഉയർന്നു. അംഗനവാടി വർക്കർ നിയമനത്തിൽ തന്റെ സീനിയോറിറ്റി മറികടന്നുവെന്ന് കാണിച്ച് റസിയക്ക് അനുകൂലമായി ലഭിച്ച ഹൈക്കോടതി ഉത്തരവിനെതിരെ ഹൈക്കോടതിയിലെ കേസിൽ നഗരസഭ കക്ഷി ചേരാൻ തീരുമാനിച്ചു. പ്രതിപക്ഷ എതിർപ്പിനിടയിലാണ് തീരുമാനം. ഈ പറയുന്ന എന്താ പറയാ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അറിയണം അത് ആരാണ് വെക്കുന്നത്, അല്ലെങ്കിൽ പിന്നെ ആ വകുപ്പ് വെച്ചിട്ട് കാര്യമില്ല. എന്നെ സംബന്ധിച്ചിടത്തോളം ഈ മുനിസിപ്പാലിറ്റിയിൽ ഏതെല്ലാം അംഗൻവാടികളിൽ ഹെൽപ്പർമാരെ നിയമിച്ചിട്ടുണ്ട്, ചെയർമാൻ എന്നുള്ള നിലയിൽ ഞാൻ അറിയണമെന്നുള്ള തീരുമാനം അവരുടെയാണ്. LMSയുടെയും അതുപോലെ തന്നെ ICDS ഓഫീസറുടെയും അതുപോലെ തന്നെ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി. പക്ഷെ ചെയർമാൻ എന്നുള്ള നിലയിൽ അറിയണം. അതേപോലെ തന്നെ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എന്നുള്ളത് അറിയണം. ഒരു സ്ത്രീനെ തന്നെ വെക്കുക വീണ്ടും 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 വെച്ച് പോകണമെന്നുണ്ടെങ്കിൽ അതിനെന്താ പറയുക, അവരറിഞ്ഞില്ല എന്ന് പറയുന്നത് ശരിയാണ്. അത് മാത്രമല്ല, വേറെ പല ആളുകളും ഇത്തരത്തിലുള്ള ആളുകൾ ഇതിന് ജോലിക്ക് കത്തിക്കുന്നതാണ്. അവരുടെ ജോലി നിഷേധിക്കുക മാത്രമല്ല, മനുഷ്യാവകാശ ലംഘനമാണ് കാണിക്കുന്നത്. അത് തീർന്നാലോ ഈ പറയുന്ന കൗൺസിൽ ഞങ്ങൾ വന്നതിന് ശേഷം ഞങ്ങളത് ഇന്റർവ്യൂ നടത്തിയെടുക്കാൻ വേണ്ടി തീരുമാനിച്ചു. അതിനവർ കോടതിയിൽ പോയി സ്റ്റേ ഓർഡർ കൊടുക്കും. എടുത്തതിന് ശേഷം സ്റ്റേ ഓർഡർ കൊടുക്കും. അപ്പോൾ 10-18 വർഷമായിട്ട് ഇതിൽ ജോലി ചെയ്യേണ്ട ധാരാളം സ്ത്രീകളുണ്ട്. നമുക്കറിയാം,
നമ്മുടെ സ്ത്രീ പിന്നെ ഈ കുടുംബശ്രീയൊക്കെ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം സ്ത്രീകളുടെ ഉന്നമനമാണ്. അപ്പം അത്തരത്തിലുള്ള സ്ത്രീകളൊന്നും വേണ്ട, ഇവർ മാത്രമാണ്. അപ്പം അത് എന്ന് പറയുന്നത് എന്തായാലും പറയാം, അവരുടെ ആളാണെന്ന നിലയിൽ, അവരുടെ ഒരു പ്രവർത്തക എന്നുള്ള നിലയിൽ നിരന്തരം അവർക്ക് കൊടുത്തുകൊണ്ട് ഒരു പിന്നെ നിയമനം നടത്തുമ്പോൾ നടത്തിയത് മാത്രമല്ല അതിനുശേഷം പിന്നെ മറ്റുള്ളവരെടുക്കാൻ പാടില്ല എന്ന് സ്റ്റേ ഓർഡർ എന്താണ് മനസ്സിലാകുന്നത്. അപ്പോൾ ഇത്തരത്തിൽ നടത്തുന്ന പ്രവർത്തനം അവര് കോടതിയിൽ സ്റ്റേ കൊടുത്തിട്ടുണ്ട്. ആ സ്റ്റേക്കെതിരായിട്ട് മുനിസിപ്പാലിറ്റി കേസ് കൊടുക്കണം എന്നുള്ളതാണ് ഇപ്രാവശ്യത്തെ, അല്ല ആ കേസിൽ നമ്മളിവിടെ കക്ഷി ചേരണം എന്നുള്ളതാണ് ഇപ്രാവശ്യം കൗൺസിൽ തീരുമാനിച്ചിട്ടുള്ളത്. 2013 വനിതാ ഘടക പദ്ധതിയിൽ വാങ്ങിയ ഉപകരണങ്ങൾ അന്നത്തെ ചെയർമാന്റെ നിയന്ത്രണത്തിലുള്ള വനിതാ സമാജത്തിൽ കണ്ടെത്തിയ സാഹചര്യത്തിൽ പോലീസിൽ കേസ് കൊടുക്കാൻ തീരുമാനിച്ചതായും മോഷണത്തിനാണ് കേസ് നൽകുക എന്ന് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ PM ബഷീർ ആരോപിച്ചതോടെ ആദിവാസികളെ ഉൾപ്പെടെ വഞ്ചിച്ച് പണം തട്ടിയ സംഭവത്തിൽ ഉൾപ്പെട്ട ബഷീറിന് മുൻ ചെയർപേഴ്സണെ പറ്റി ആരോപണം ഉന്നയിക്കാൻ അർഹതയില്ലെന്നും പ്രസ്താവന പിൻവലിക്കണമെന്നും പ്രതിപക്ഷ നേതാവ് ആവശ്യപ്പെട്ടു. ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്ത് നെറികെട്ടാക്കിയിട്ടുള്ള സംസാരം നടത്തുക. അന്വേഷിച്ചോ, ഞങ്ങൾ ഇതിന്റെ കൂടെ ഉണ്ട്. നിങ്ങൾ ഈ പറഞ്ഞു ഞങ്ങളുണ്ട്, ഈ അന്വേഷണത്തെ ഞങ്ങളുണ്ട്. ഞാൻ ചോദിക്കട്ടെ, ബഷീർ എന്ന് പറഞ്ഞു ഈ പറഞ്ഞ വനിതാ ഘടക പദ്ധതി പ്രകാരം സാധനം വാങ്ങിക്കഴിഞ്ഞാൽ അതിന്റെ കസ്റ്റോഡിയോ നഗരസഭാ ചെയർമാൻ ഇവിടെ 4 കൊല്ലമായിട്ട് എന്തെല്ലാം സാധനങ്ങളോട് വാങ്ങുന്നുണ്ട്. ആ സാധനങ്ങൾ കൊണ്ട് സലീമോടെ രാത്രി 12 മണിക്ക് ഉറപ്പ് വെച്ച് ആരും കൊണ്ടുവന്നിട്ട് ഇവിടെ ആരും കൊണ്ട് സലീം കട്ടൂന്ന് ഞങ്ങൾ പറയട്ടോ, ഞങ്ങളുടെ മാന്യത ഉന്നയിച്ച് ഒന്ന് പത്മിനി ഗോപനാഥ് മോഷ്ടിച്ച് കൊണ്ടുപോയി എന്ന് പറയാൻ പാടില്ല എന്നാണ് ഞാൻ തുടക്കത്തിലേ പറഞ്ഞിട്ടുണ്ട്. ഒരാൾ പ്രതിയാണോ തീരുമാനിക്കേണ്ടത് കോടതിയാണ്. ഇവിടെ ആരോപണമാണ്, ആരോപണം ഗൗരവമുള്ളതാണ്. കസ്റ്റോഡിയം സെക്രട്ടറിയാണ് കൊണ്ടുപോയത്, കണ്ടെത്തിയത് കസ്തൂർബ മഹിളാ സമാജമാണ്. അതിന്റെ ഭാരവാഹി ആരാണ്? മുൻ നഗരസഭാ ചെയർപേഴ്സണാണ്. വളരെ ഗുരുതരമാണ്. അതുകൊണ്ട് ആരന്വേഷിക്കണം? പോലീസ് അന്വേഷിക്കണം. മോഷണത്തിനാണ് പരാതി. ഇപ്പൊ പാലങ്ങളിൽ ഒരാൾ തച്ചാൽ ഇതിന്റെ പരാതി കൊടുക്കാം. തച്ചിനാണ് പരാതി. ഇപ്പൊ സാധനം മോഷിക്കപ്പെട്ടു. നമ്മുടെ ഒരാൾ മർദ്ദിച്ചാൽ നമ്മൾ പരാതി കൊടുക്കുന്നത് എന്നെ മർദ്ദിച്ചു എന്നാ പരാതി. ഇവിടെ എന്താ പരാതി? സാധനം മോഷ്ടിക്കപ്പെട്ടു. അതെന്നെ പരാതി. അത് രണ്ടാമത്തെ ഞാൻ ചോദിക്കട്ടെ, ആരാണ് അന്വേഷിക്കേണ്ടത്? അല്ലല്ല, അങ്ങനെ വൈകാരികമായ വിഷയത്തെ വേണ്ട. അവിടെ ഇപ്പൊ ചെയർമാൻ മക്കിലല്ല ആര്യാണ് ഷോക്കുത്താൻ അത് പറയേണ്ടി ബാങ്കിലേക്ക് സാധനം പോയി നമ്മളെന്താ പറയാ? അതുപോലെ ചെയർമാൻ മുനിസിപ്പൽ ചെയർമാൻ അനുഭവമാണ്. അതുപോലെ ചോദിക്കണം പറഞ്ഞു. അതിനകത്ത് വേറെ പിന്നെ അവസാനം പാഴ് പറഞ്ഞതാണ് അല്ലെങ്കിൽ ഇത് അന്വേഷിക്കാൻ നമ്മളൊക്കെ എന്ത് ചെയ്യണം? സെക്രട്ടറിയേറ്റ് ബലപ്പെടുത്തണം, പോലീസ് ബലപ്പെടുത്തണം. അതിനൊക്കെ തർക്കം. ഇവിടെ ഞാൻ തുടക്കത്തിൽ പറഞ്ഞു നമ്മളാരും പ്രതിയാക്കാൻ ആളല്ല, ഒരാളും പ്രതിയാക്കണ്ട. പ്രതിയാക്കേണ്ടത് ആരാണ്? അന്വേഷിച്ച ഉദ്യോഗസ്ഥരല്ല. ഒരു കഴിയുള്ളൂ. പ്രതിയാക്കേണ്ടത് കോടതിയാണ്. ആ കോടതി പ്രതിയാക്കണോ? അങ്ങനെയൊന്നും മാനങ്ങളോട് കുറച്ച് കുറെ പോകുന്നുണ്ടല്ല രണ്ടും ഇത് അന്വേഷിക്കണം. അന്വേഷിക്കേണ്ട എന്തിനും
അന്വേഷിക്കണ്ട എന്നൊരു കൈപ്പറ്റി ഇവിടുന്ന് മോശം പോലെ സാധന സാമഗ്രികൾ അന്വേഷിക്കണ്ട എന്നുള്ളൊരു കൈപ്പറ്റി ആരും കൈപ്പൊക്കില്ല എന്ന് പറഞ്ഞാൽ ഐക്യ കണ്ടേന് തീരുമാനിക്കപ്പെട്ടു. അങ്ങനെ തീരുമാനിക്കപ്പെട്ടു. മൂന്ന് കേസിൽ പ്രതിയാ ഒരു അറിയാം, പാലോടിക്കും അറിയാം, നാട്ടുകാർക്ക് മുഴുവൻ അറിയാം, കോടതിക്കും അറിയാം. അത് ഞാൻ മാനേജ് ചെയ്തോളാം. മനസ്സിലായോ? അത് പറഞ്ഞിട്ട് പത്നി രക്ഷിക്കണ്ട. എന്നാൽ പ്രതിപക്ഷ ആരോപണം പൂർണ്ണമായി തള്ളിയ നഗരസഭാ ചെയർമാൻ മാട്ടുമൽ സലീം അംഗനവാടി വിഷയത്തിൽ ഹൈക്കോടതിയിലെ നിലവിലുള്ള കേസിൽ കക്ഷി ചേരുമെന്നും കൂടാതെ വനിതാ ഘടക പദ്ധതിയിലെ ഉപകരണങ്ങൾ വനിതാ സമാജത്തിൽ കണ്ടെത്തിയ സംഭവത്തിൽ മോഷണത്തിന് പോലീസിൽ പരാതി നൽകുമെന്നും അറിയിച്ചു. ഈ സാധനം കൈമാറാൻ നിങ്ങൾക്ക് ഇവിടെ പോകാൻ വേണ്ടി തോന്നുന്നില്ല, നിങ്ങളെ പറഞ്ഞേക്കില്ല. അപ്പോൾ ബഹുമാനപ്പെട്ട സെക്രട്ടറി കൗൺസിലിന്റെ തീരുമാനം എന്നുള്ള നിലക്ക് മുനിസിപ്പാലിറ്റിയിൽ വരേണ്ട സാധനങ്ങൾ, മുനിസിപ്പാലിറ്റി അസറ്റായി നിൽക്കുന്ന സാധനങ്ങൾ ഇനിയാണ് ഉടമസ്ഥതയിലുള്ള ആള്. അത് പറയാം, അത് ചെയർപേഴ്സന്റെ കസ്തൂർബ പേരുടെ കസ്തൂർബ മറ്റേ ഇന്ദിരാഗാന്ധി പേരുടെ നല്ല പേരാ. ഇന്ന സ്ഥലത്ത് കണ്ടെത്തിക്കണേ അതേപോലെ പോയിട്ടുണ്ട് എന്നുള്ള പരാതി ഇന്ന് തന്നെ ഈ കൗൺസിൽ തീരുമാനപ്രകാരം സ്റ്റേഷനിൽ കൊടുക്കും. എല്ലാത്തിനും കമ്മീഷൻ വാങ്ങുന്ന ചെയർമാനാണ് നഗരസഭയിലുള്ളതെന്നും ചെയർമാൻ തനിക്കെതിരെ ഉന്നയിച്ച ആരോപണങ്ങൾ തെളിയിച്ചാൽ പൊതുജീവിതം അവസാനിപ്പിക്കാൻ തയ്യാറാണെന്നും പ്രതിപക്ഷ നേതാവ് പാലോളി മെഹബൂബ് പറഞ്ഞു. ഈ പറഞ്ഞ വനിതാ ഘടക പദ്ധതിയിൽ ഉൾപ്പെടുത്തി വാങ്ങിയിട്ടുള്ള സാധന സാമഗ്രികൾ കാണാനില്ല എന്ന് പറഞ്ഞു. എന്നിട്ട് നഗരസഭാ ചെയർമാന്റെ പേരിൽ, അന്നത്തെ നഗരസഭാ ചെയർമാന്റെ പേര് പറഞ്ഞുകൊണ്ട് അവർ മോഷ്ടിച്ചു കൊണ്ടുപോയി എന്ന് പറഞ്ഞത് ആരാ ആരോപണം ഉന്നയിച്ചത് നിങ്ങൾക്ക്? ആദിവാസികളുടെ ഭൂമി ഉണ്ടാക്കി കൊടുക്കാമെന്ന് പറഞ്ഞ് ലക്ഷക്കണക്കിന് രൂപ അവരുടെ ഒപ്പിടിച്ച് സ്വന്തം അക്കൗണ്ടിലേക്ക് മാറ്റിയ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനാണ് കഴിഞ്ഞ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരെയും നഗരസഭാ ചെയർമാന്റെയും പേരിൽ അഴിമതി ആരോപണം ഉന്നയിക്കുന്നത്. CPM-നും LDF-ഉം മുൻകൈയെടുത്തുകൊണ്ട് ഈ പറയുന്ന വ്യക്തിയെ കൗൺസിൽ സ്ഥാനത്ത് നിന്ന് മാറ്റി നിർത്തണ്ടേ? 3 കേസുകളാണ്. അട്ടപ്പാടി ട്രൈബൽ കോടതിയിൽ കിടക്കുന്ന 3 കേസുകളിലെ 1-ാം പ്രതിയാണ് ഈ കഴിഞ്ഞ നഗരസഭാ ചെയർമാനെതിരെ ആരോപണം ഉന്നയിച്ച വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ. ഈ പറയുന്ന ആളുകൾക്ക് മാനമുണ്ടെങ്കിൽ, അവർക്ക് നട്ടെല്ലുണ്ടെങ്കിൽ ഈ പറഞ്ഞ വ്യക്തിയോട് രാജിവെക്കാൻ ആവശ്യപ്പെട്ടിട്ട് വേണം ഞങ്ങൾക്കെതിരെ ആരോപണം ഉന്നയിക്കാൻ എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. കസ്തൂർബ മഹിളാ സമാജം ഈ പറഞ്ഞ കഴിഞ്ഞ ചെയർമാന്റെ പേരിലല്ല. കസ്തൂർബ മഹിളാ സമാജം ഈ പറഞ്ഞ വരമ്പുംപൊട്ടിയിലെ കസ്തൂർബ മഹിളാ സമാജം ഈ പറഞ്ഞ വ്യക്തിയുടെ പേരിലല്ല, വെറുതെ കള്ളപ്രചരണം നടത്തുകയാണ്. ഈ പറഞ്ഞ ഏതെങ്കിലും ഒരു സാധനം, ഒരു മുട്ടുസൂചി നഗരസഭയിലേക്ക് വാങ്ങിയിട്ടുണ്ടെങ്കിൽ, പദ്ധതിയിൽ വെച്ച് വാങ്ങിയിട്ടുണ്ടെങ്കിൽ അതിന്റെ കസ്റ്റോഡിയൻ ഓഫീസർ ആരാണോ ആ കസ്റ്റോഡിയൻ ഓഫീസർക്കാണ് അതിന്റെ ചുമതല. ഈ പറയുന്ന ഇന്ന് നിലനിൽക്കുന്ന സെക്രട്ടറി അതിന് വ്യക്തമായ മറുപടി നാളെ പറയേണ്ടി വരും. ഈ സെക്രട്ടറി ചുമതല ഏൽക്കുമ്പോൾ പോകുന്ന സെക്രട്ടറിയോട് ഇവിടുത്തെ ആസ്തി രജിസ്റ്റർ എന്തൊക്കെയാണ്, നിഷ്ക്രിയ ആസ്തി എന്തൊക്കെയാണ് എന്ന് എഴുതി രേഖാമൂലം വാങ്ങണമെന്നാണ് വ്യവസ്ഥ. എന്തേ കഴിഞ്ഞ 4 കൊല്ലക്കാലം ഇവരിത് മിണ്ടാകുന്നത്? എന്തേ ഈ അങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ ഇതിന്റെ മുകളിൽ അവർ അടയിരുന്നത്? അപ്പോൾ ഇപ്പോൾ രാഷ്ട്രീയ നാടകം കളിക്കുകയാണ്. അതുകൊണ്ട് ഈ വക ഓലപ്പാമ്പ് കാട്ടി പൊതുജനങ്ങൾക്കിടയിൽ നിങ്ങൾ നടത്തിയിട്ടുള്ള പകൽ കൊള്ളയിൽ നിന്ന് രക്ഷപ്പെടാമെന്ന് നിങ്ങൾ നോക്കണ്ട. ഇപ്പൊ നഗരസഭാ വൈസ് ചെയർമാൻ വളരെ ആവേശത്തോടു കൂടിയാണ് ഈ ആരോപണം ഉന്നയിച്ചത്. ഇവിടുത്തെ പാവപ്പെട്ട ഒരു വന്ധ്യവയോധികയുടെ ഭക്ഷണ കിറ്റ് നഗരസഭയിൽ നിന്ന് ഇവിടുന്ന് കൊടുത്തയക്കുന്ന ഈ പറഞ്ഞ ഭക്ഷണ കിറ്റ് ആശ്രയ പദ്ധതിയിൽപ്പെട്ടതാണ്, പാവപ്പെട്ട ആളുകൾക്ക് കൊടുക്കുന്നതാണ്. ഒരു പാവപ്പെട്ട വന്ധ്യവയോധികയുടെ ഭക്ഷണ കിറ്റ് തട്ടിയെടുത്തു എന്ന് പറയുന്ന രീതിയിൽ കേസിൽ പ്രതിയായി കേസിൽ ആരോപണ വിധേയമായി നിൽക്കുന്ന വ്യക്തി കൂടിയാണ് ഈ നഗരസഭാ വൈസ് ചെയർമാൻ എന്നുള്ള കാര്യം നിങ്ങൾ ആലോചിക്കണം. അപ്പൊ ഇവർക്ക് എന്ത് അവകാശമാണ് ഈ ആരോപണം ഉന്നയിക്കാനുള്ളത്? അതുകൊണ്ട് എന്ത് ആരോപണം ഉന്നയിച്ചാലും ശരി, ഈ ആരോപണങ്ങളെ ഞങ്ങൾ ശക്തമായി ജനങ്ങളോട് മറുപടി പറയും. പരിശുദ്ധിയുള്ള കേര വെളിച്ചെണ്ണ. ഇനി ശുദ്ധമായ വെളിച്ചെണ്ണ ഉപയോഗിക്കൂ.
ആരോഗ്യം സംരക്ഷിക്കൂ. കലർപ്പില്ലാത്ത പരിശുദ്ധി, കളങ്കമില്ലാത്ത നന്മ. ഫോർകോ കെര പ്രൊഡക്ഷൻ ഇന്റർനാഷണൽ യൂണിറ്റ്, മുസ്ലിം പള്ളിക്ക് സമീപം, ഇടിവണ്ണ.